ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഇന്ന് രാവിലെ ഇവിടേക്ക് വന്ന സമയത്ത് നമ്മളോട് ഷാറൂഖ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലീഡേഴ്സിനെ കുറിച്ചിട്ട്. നമ്മുടെ പെർസ്പെക്റ്റീവിലുള്ള ഓരോ ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ. മഹാത്മാഗാന്ധി, നെഹ്റു, അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവരെ കുറിച്ച് നമ്മൾ പറയാണ്ടായ കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരാണ് അല്ലേ. ഗാന്ധിജി ആയിക്കോട്ടെ, നെഹ്റു ആയിക്കോട്ടെ, ഹിറ്റ്ലർ ആയിക്കോട്ടെ അല്ലെ. നമ്മളാരും സത്യം പറയാമല്ലോ, പെട്ടെന്ന് ലീഡർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഹിറ്റ്ലറിൻ്റെ പേരായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മളെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മനുഷ്യരുടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് മൈൻഡിൽ വരും. ഓക്കെ, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ടോപ്പിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ചില കാര്യങ്ങൾ എനിക്കുണ്ടായ ഞാൻ എങ്ങനെയാണ് സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ മറിയത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, കംഫർട്ട് സോൺ. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ട് സോണിൽ ജീവിച്ച ആളാണ്. ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത് ഏകദേശം കംഫർട്ട് സോണിലാണ്. അപ്പോൾ എൻ്റെ പാരൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ രാവിലെ വരുമ്പോൾ പറഞ്ഞു, അയ്യോ നീ എങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത്, ഞങ്ങൾക്ക് പേടിയാണ്. ഇനിയിപ്പോൾ അമ്മ ഒരു യാത്രയിൽ പോയിരിക്കണം. അമ്മ പറഞ്ഞു എനിക്കിനി വീട്ടിലെത്തുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അമ്മേൻ്റെ കൂടെ പോരുന്നു വെച്ചു. ഇല്ല അത് വേണ്ട, നീ തൽക്കാലം ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അത് പറ്റില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്രയും ടെൻഷനാണ് എന്നെ പോവാൻ, അവർക്ക് ഇതുപോലെ വിടാനൊക്കെ ഭയങ്കര പേടിയാണ്. ആ ഒരു കംഫർട്ട് സോണിൽ എന്നെ വളർത്തുക എന്നുള്ളത്, അങ്ങനെ ആ ഒരു ശീലം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവർ. ഇപ്പോൾ ചെറുപ്പത്തിലാണെങ്കിൽ തന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ കൊണ്ടുവരും. രാവിലെ എന്നെ സ്കൂളിലാക്കും. എന്നിട്ട് രാവിലെ വീട്ടിൽ പോവും, വൈകിട്ട് വീണ്ടും എന്നെ കൊണ്ടുവരാൻ വരും. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ പോവും. പിന്നെ വീട്ടിലാണെങ്കിൽ പോലും എല്ലാവരും, ഫാമിലി ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, അച്ഛൻ അമ്മ എല്ലാവരും ഇതുപോലെ ഫുൾ സപ്പോർട്ട്. അപ്പോൾ എനിക്ക് എന്താണ് ഇപ്പോൾ ഒരു ലൈഫിലൊരു ബുദ്ധിമുട്ട് വരിക, ആ കാര്യമൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് 7th വരെ പിന്നെ പഠിച്ച സ്കൂളാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയാണോ കംഫർട്ടായിട്ട് നടക്കുന്നത്, ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്, അതുപോലെയാണ് അവിടെ സ്കൂളിലും. ഒരു ഭാഗത്ത് അങ്ങനെ ഒരു അടങ്ങിയിരിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഇങ്ങനെ ഇപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിലും ജസ്റ്റ് അവരൊക്കെ ഡിസ്റ്റർബ് ചെയ്യും, എന്നാലും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കും. അങ്ങനെ എല്ലാവരുടെയും പെറ്റായിട്ട് വന്നൊരു ടൈമായിരുന്നു. പക്ഷേ എന്താ പറയുക, എല്ലാവരുടെയും ഒരു അവസാനം ഉണ്ടെന്നൊക്കെ പറയുമല്ലോ, അതുപോലെ 7ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഹൈസ്കൂളിലേക്ക് വന്നൊരു ടൈം. ഹൈസ്കൂളിലേക്ക് വന്ന സമയത്ത് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ 49 കുട്ടികൾ. 8ാം ക്ലാസ്സിൽ ഞാൻ 7ാം ക്ലാസ് വരെ എങ്ങനെ വെച്ചാൽ 7 കുട്ടികൾ, 3 ബെഞ്ച്, ഒരു ബെഞ്ചിൽ 2 പേർക്ക് ഇരിക്കുക, വേണമെങ്കിൽ കടന്നുറങ്ങാം, അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു ബെഞ്ചിൽ 5 ആൾ. ഇപ്പോൾ പോരാത്തന്നെ എന്നെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തി, എനിക്ക് പറയണമെന്ന് കേൾക്കില്ല അത്ര. അതായത് അവർ പറയണത് എനിക്ക് കേൾക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നെ ഫ്രണ്ടിലിരുത്തി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് എന്നെ പരിചയമില്ലല്ലോ ആർക്കും. അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഇതെങ്ങനെ എഴുതുക, ബ്രെയിൽ കാണിച്ചിട്ട് ഇതെങ്ങനെ എഴുതുക, അതൊന്ന് കാണിച്ചു തരുമോ, അങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവർക്ക് അവരുടെ പേരൊക്കെ എഴുതി കൊടുക്കും. പിന്നെ എനിക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേപ്പർ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഈ നൈൽ നമ്മുടെ ഇങ്ങനെ ഓരോ നമ്മുടെ നഖത്തിലിടുന്ന അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ, പേപ്പർ കട്ടിങ്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ ക്യൂബ് മേക്കിങ്, അങ്ങനെയുള്ള കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ അതൊക്കെ അങ്ങനെ അവർക്ക് ഭയങ്കര ഒരു കൗതുകമാണ്. ചിലർ ചോദിക്കും അയ്യോ അപ്പം നീ, അവർക്ക് ഭയങ്കര സഹതാപമല്ല, അവരും എന്നെ പോലെ 8ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ നീ നിൻ്റെ ഫേസ് കണ്ടിട്ടില്ലല്ലോ, അതുപോലെ നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫേസ് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ എങ്ങനെ നീ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെയൊക്കെ ചോദിക്കും. അല്ല അവരെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യണ്ടല്ലോ അതുപോലെ എന്നൊക്കെ പറയും. പിന്നെ വന്നിട്ട് നമ്മളിവിടെ സ്ഥിരം സംസാരിക്കുന്ന ആൾക്കാരാവും, എന്നാലും ഒരു ബുദ്ധിയില്ലാത്തവർ ചോദിക്കും എന്നെ മനസ്സിലായോ, എന്നെ മനസ്സിലായോ, എൻ്റെ പേര് പറയൂ, എൻ്റെ പേര് ഞാനാ ഇങ്ങനെ. എനിക്ക് അതെ, ചിലവരെന്താ വെച്ചാൽ ചിലപ്പോൾ ജൂൺ 1 വന്ന് കണ്ട കുട്ടികളാവും, പിന്നെ വരുന്നത് ജൂലൈ 29 ആവും. എന്നിട്ട് ചോദിക്കും ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ട്, എന്നെ മറന്നോ പറയുക വെച്ചാൽ എന്നെ രാവിലെ വീട്ടിൽ കൊണ്ടുവരുന്നതൊക്കെ അവരൊന്ന് തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ എല്ലാവരെയും നമുക്ക് അറിയണതല്ലേ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ആരോടൊരു അതായത് തുടക്കത്തിലൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ടീച്ചേഴ്സിനാണെങ്കിലും കാരണം എൻ്റെ സ്കൂളിൽ പഠിച്ച മുന്നത്തെ കുട്ടികൾ അവിടെ പഠിച്ചതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരും ഒന്നും അങ്ങനെ ഒരു നന്നായിട്ട് പഠിക്കുക എന്നുള്ളതല്ല, നമുക്ക് പഠിക്കുക എന്നുള്ളതൊന്നുമല്ലല്ലോ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പക്ഷേ അങ്ങനെ ക്ലാസ്സിൽ മറ്റുള്ളവരോട്
അങ്ങനെ മിങ്കിൾ ചെയ്യില്ല. അവർ ജസ്റ്റ് അവരുടെ കാര്യം ജസ്റ്റ് കിടന്നുറങ്ങും, അതുപോലെ വെറുതെ ഇരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ചോദിക്കും എൻ്റെ അടുത്ത് IED റൂമിലേക്ക് പോകണോ ചോദിക്കും വന്ന ഉടനെ തന്നെ. ഞാൻ പറയും വേണ്ട, ഞാൻ അവിടെ ക്ലാസ് കെട്ടിയിരുന്നോളാന്ന് പറയും. അങ്ങനെ ഒരു ജൂലൈയിൽ ഒരു ഫസ്റ്റ് എക്സാം വന്നു. എക്സാം വന്നപ്പോൾ എനിക്ക് നോട്ട്സ് ഒന്നും ഇതുപോലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ 2 കുട്ടികളെ അറിയുന്ന കുട്ടികളാണ്, അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് നോട്ട്സ് ഒന്ന് പറഞ്ഞു തരുമോ, ഞാൻ എഴുതി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയെടുത്തു. അങ്ങനെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ അതിൽ 49 പേരിൽ 5 പേർക്കായിരുന്നു 10 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് 10 മാർക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ ബ്ലൈൻഡ് സ്കൂളിൽ എന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 10ൽ 8 മാർക്ക് വാങ്ങിയാലും നമ്മൾ ടോപ്പായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീഷൻ കാണുന്നത്. അപ്പോൾ എനിക്കങ്ങനെ തോന്നി, ഇപ്പോൾ ഞാനിവിടെ തളർന്നു പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ഇപ്പോൾ എൻ്റെ സ്കൂളിൽ മുന്നേ പഠിച്ച അതേ കുട്ടികളുടെ അവസ്ഥ തന്നെയാവും. എന്നെ ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ പാരൻസിന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോവുമോ ഒരു ടൈമിൽ എനിക്ക് തോന്നി, എനിക്ക് എന്നെ മിസ്സാവുണ്ടോ തോന്നി. കാരണം എല്ലാവരോടും ഇങ്ങനെ ആക്റ്റീവായിട്ട് സംസാരിച്ച് ഞാൻ ജസ്റ്റ് വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രത്യേകിച്ച് ഒന്നും പറയാണ്ട് മിണ്ടാതിരിക്കുക, ചോദിക്കുന്നതിന് മാത്രം സംസാരിക്കുക, പറ്റണേ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു പോയി ബ്ലൈൻഡ് സ്കൂളിൻ്റെ അവിടുത്തെ ഹൈസ്കൂളിലേക്ക് തിരിച്ചു പോയാലോ വിചാരിച്ചു. പിന്നെ അതുപോലെ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ അപ്പോഴും എനിക്ക് ഇതുപോലെ ക്ലാസ്സിൽ സെക്കൻഡ് കിട്ടി. പിന്നെ ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ എന്തായാലും മാറണ്ട വിചാരിച്ചു, ഇതൊരു രസമാണല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ എല്ലാവരും ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിലൊരു 10 പേരിൽ 10 നക്ഷത്രം ആവണേക്കാളും നല്ലത് ഏറ്റവും നല്ലൊരു യൂണീക്കായിട്ടുള്ള ആളാവാണ്. അപ്പം അങ്ങനെ തോന്നി. പിന്നെ ഞാൻ എന്താ പറയുക, ജൂണിൽ അവിടെ ആ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരു സാറ് ചോദിച്ചു, നീ എന്തിനാ അവിടേക്ക് വന്നതെന്നല്ല, പക്ഷേ ജസ്റ്റ് എന്തായിരുന്നു അവിടെ പഠിച്ചുകൂടായിരുന്നില്ലേ, അവിടെ ആണെങ്കിൽ ഇതുപോലത്തെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നല്ലോ, വേറെ നിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ എന്തിനാ അവിടേക്ക് വന്നേ ചോദിച്ചു. പറഞ്ഞു സാറേ എനിക്ക് അടുത്തത് ഈ സ്കൂളാണ്, അതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ആ സാറ് ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു സാറിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പർ ഞാനാണെന്ന്. അപ്പോൾ അത് എനിക്കൊരു അപ്രിസിയേഷനാണ്. പിന്നെ ഇതുപോലെ തന്നെ എന്താണ് പിന്നെ എനിക്ക് ആ സ്കൂളിൽ ആകെ അറിയണത് എൻ്റെ ചേച്ചീനെ മാത്രമായിരുന്നു. അതായത് എൻ്റെ കസിൻ അവിടെ പഠിക്കണ്ടായിരുന്നു. അപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് എപ്പോഴും ചേച്ചിയാണ് എന്നെ എവിടേക്ക് വാഷ്റൂമിലേക്ക് കൊണ്ടുപോകും, ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ചേച്ചി മാത്രമായിരുന്നു. പക്ഷേ ഞാനൊരു ദിവസം ഇതുപോലെ +2 ഒക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ എത്തിയിട്ട് NSSൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ പോയ സമയത്ത് എൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടി വന്നിട്ട് അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല, എനിക്ക് അറിയില്ല പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ചേച്ചിക്ക് എങ്ങനെ എന്നെ അറിയാം, 12,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചേച്ചിക്ക് ചിലപ്പോൾ എന്നെ അറിയില്ല, പക്ഷെ എന്തായാലും എനിക്ക് ചേച്ചീനെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളെ പോലും അല്ലെങ്കിൽ ഒരാൾ പോലും തിരിച്ച് അറിയാത്ത ഒരു സ്കൂളിൽ നിന്നാണ് ഞാൻ പഠിച്ച് അവിടെ 5 വർഷം കംപ്ലീറ്റ് ചെയ്ത്. അവിടെ നിന്ന് അങ്ങനെ ഒരു എന്താ പറയുക, ടീച്ചേഴ്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അവരോടും തന്നെ ആ ഒരു സോഷ്യലായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എനിക്ക് കിട്ടി. അപ്പോൾ നമ്മൾ 7th വരെ ഇടപെടുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സോഷ്യലി ഇറങ്ങാനുള്ള അല്ലെങ്കിൽ അവരോടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചർച്ചകൾ കേൾക്കാറുണ്ടല്ലേ, സ്പെഷ്യൽ സ്കൂളുകൾ വേണോ അതോ നമ്മൾ ഒരു ഇൻക്ലൂഷനിൽ തന്നെ പഠിക്കണമെന്ന് പറയാറുണ്ട്, എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് ആവണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ നമുക്ക് പറ്റുന്ന ഒരു ടൈം വരെ അറ്റ്ലീസ്റ്റ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാമെന്ന് പറയാം. നമ്മുടെ ലിപി ബ്രെയിൽ ലിപിയാണ്. അപ്പോൾ നമുക്ക് അത് എഴുതാനും വായിക്കാനും അറിയാം എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയാനെങ്കിലും അല്ലെങ്കിൽ പറയണം, ആ ഒരു കോൺഫിഡൻസ് വേണം നമുക്ക്. അതിന് നമുക്ക് എന്തായാലും സ്പെഷ്യൽ സ്കൂൾ ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സോഷ്യലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും സ്പെഷ്യൽ സ്കൂൾ പഠിക്കണം എന്നുള്ള ഒരു തോട്ടാണ് എനിക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് ഒരു കോളേജ് ലൈഫിലായിരിക്കും, പ്രത്യേകിച്ച് യാത്രകളുടെ കാര്യത്തിൽ. പലപ്പോഴും പലരും എന്നോട് പറയാറുണ്ട്, നമുക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് എവിടേക്കും പോയില്ല, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എവിടേക്കെങ്കിലും പോകണമെന്നുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് വിടില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ധൈര്യമില്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മളവിടെ വീട്ടിലിരിക്കേണ്ടി വരും. ഇപ്പോൾ കോളേജിൻ്റെ സെലക്ഷൻ്റെ സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു കോളേജുണ്ട്, നല്ല റെപ്യൂട്ടഡ് കോളേജാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ പോകണം. പക്ഷേ എൻ്റെ ആഗ്രഹം വിക്ടോറിയയിൽ പഠിക്കണമെന്നായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂറിലധികം ദൂരം ഉണ്ട് അവിടേക്ക്. പഠനത്തിനായതുകൊണ്ട് മാത്രം എനിക്കതിന് വീട്ടിൽ നിന്ന് ഒരു പെർമിഷൻ കിട്ടി. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് 10 മിനിറ്റുള്ള കോളേജിലേക്ക് എന്നെ ഒന്നില്ലെങ്കിൽ ഒരു ബസ്സിലാക്കോ അല്ലെങ്കിൽ ബൈക്കിലാക്കി തരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടേക്കും പോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ തന്നെ എക്സ്പ്ലോർ ചെയ്ത് എല്ലായിടത്തേക്കും പോകാൻ തുടങ്ങിയ ഒരു ടൈം ആയതുകൊണ്ട്
ഇപ്പോൾ എനിക്കങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ, ചില എൻ്റെ ഒരു നെഗറ്റീവ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഞാൻ ഓവർകം ചെയ്തത് എന്താ വെച്ചാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്ക് അതേ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റുള്ള ആളുകളോട് ഞാനിങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. വെറും പറച്ചിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവൃത്തിയിലൂടെ കൂടി അത് കാണിക്കുക. ഇപ്പോൾ ഫാത്തിമ എന്താ ചെയ്തതെന്ന്, അവൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നു. ഇപ്പോൾ രാവിലെ അവളുടെ പാരൻസിൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ്, ഉമ്മി വരികയാണെന്ന് പറഞ്ഞാൽ എന്തായാലും വിടില്ല. പക്ഷെ അവൾ പോയി വന്നിട്ട് പറയുകയാണ് ഉമ്മി ഞാൻ ഇങ്ങനെ പോയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അവിടെ അവൾ പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കുള്ള ഒരു ലിമിറ്റേഷൻസ് എന്തായാലും അത് നമ്മൾ ഓവർകം ചെയ്യുന്നു നമ്മൾ വിചാരിക്കല്ല അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആ സ്റ്റെപ്സൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ അത് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പറയല്ല പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക എനിക്കിത് ചെയ്യാൻ പറ്റുന്നുള്ളത്. നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ തെളിവ്, പറയുന്നതിനേക്കാളൊക്കെ കൂടുതൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പറയാൻ കിട്ടണില്ല. ഓക്കെ, താങ്ക് യു.